വിദ്യാഭ്യാസമാണ് ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിവ. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ആ ആയുധം വൻകിട മുതലാളിമാർക്ക് പണം കൊയ്യാനുള്ള ഫാക്ടറികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. തലമുറകളുടെ വിയർപ്പും രക്തവും ഊറ്റിക്കുടിക്കുന്ന ഈ മാഫിയകൾക്ക് ഭരണകൂടം തന്നെ കുടപിടിക്കുന്ന രീതിക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയുടെ നാളെ നിശ്ചയിക്കേണ്ട കലാലയങ്ങളും സർവകലാശാലകളും ഇന്ന് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? സ്വതന്ത്രമായ ചിന്തയും തുല്യനീതിയും ഉറപ്പാക്കേണ്ട ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതി ഇന്ന് കോർപ്പറേറ്റുകളുടെയും ഒരു പറ്റം രാഷ്ട്രീയ ഇടനിലക്കാരുടെയും ലാഭം കൊയ്യാനുള്ള വെറും കച്ചവട ചരക്കായി മാറിയിരിക്കുന്നു. കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഈ വിദ്യാഭ്യാസ മാഫിയകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പഠിച്ച് മിടുക്കരായി രാജ്യത്തെ നയിക്കേണ്ട തലമുറകളെ ഇന്ന് ചോദ്യപേപ്പർ ചോർച്ചയും കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയും കോച്ചിങ് സെന്ററുകളുടെ ചൂഷണവുമാണ് വരവേൽക്കുന്നത്. തലമുറകളുടെ വിയർപ്പും രക്ഷിതാക്കളുടെ ആയുസ്സിന്റെ സമ്പാദ്യവും പണയം വെച്ചാണ് ഓരോ വിദ്യാർത്ഥിയും ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ പണമുള്ളവന് മാത്രം സീറ്റും പാവപ്പെട്ടവന് പഠിപ്പുറവും എന്ന കോർപ്പറേറ്റ് നയങ്ങളാണ് നിലവിലെ ഭരണകൂടം രാജ്യത്ത് നടപ്പിലാക്കുന്നത്. നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ തുടർച്ചയായ ക്രമക്കേടുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസികളുടെ പരാജയങ്ങളും കേവലം സാങ്കേതിക പിഴവുകളല്ല, മറിച്ച് വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിവൽക്കരിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. രാജ്യത്തെ പ്രമുഖ കേന്ദ്ര സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പഠിപ്പിക്കേണ്ട ഇടങ്ങളിൽ വിദ്വേഷത്തിന്റെയും ഭയത്തിന്റെയും രാഷ്ട്രീയം കുത്തിനിറക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യോഗ്യതയേക്കാൾ രാഷ്ട്രീയ വിധേയത്വം നോക്കി ഉന്നത പദവികളിൽ ആളുകളെ പിൻവാതിൽ നിയമനം നടത്തുമ്പോൾ തകരുന്നത് ഇന്ത്യ കെട്ടിപ്പടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശ്വസതയാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ പ്രസക്തമാകുന്നത്. വിദ്യാഭ്യാസം എന്നത് വിപണിയിലെ കച്ചവട ചരക്കല്ല, മറിച്ച് ഓരോ പൗരന്റെയും മൗലികമായ അവകാശമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയെ കോർപ്പറേറ്റുകളുടെയും കച്ചവടക്കാരുടെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവനും ഇടത്തരക്കാരനുമായ വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കണമെങ്കിൽ ഭരണഘടനാപരമായ മൂല്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. വിദ്യാർത്ഥികളുടെ തലച്ചോറും ഹൃദയവും കഠിനാധ്വാനവും ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന മാഫിയകളെ തുരത്താൻ യൂത്ത് സെൻട്രിക്, യുവജന കേന്ദ്രീകൃത നയങ്ങൾ വേണമെന്ന് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശനമായ നിയമനിർമ്മാണവും അനാവശ്യമായ ഫീസ് വർധനവുകൾക്കെതിരെയുള്ള നിയന്ത്രണവും സർക്കാർ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം എന്നിവയാണ് ഈ പോരാട്ടത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. ഇതൊരു വെറും രാഷ്ട്രീയ പോരാട്ടമായി കാണാൻ സാധിക്കില്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക കൂടിയാണ്. ഭയമില്ലാതെ പഠിക്കാനും അഭിമാനത്തോടു കൂടി വളരാനും രാജ്യത്തെ നയിക്കാനും ഇന്ത്യയിലെ ഓരോ യുവജനത്തിനും അവകാശമുണ്ട്. അഴിമതിയുടെയും കച്ചവടത്തിന്റെയും ഈ കോട്ടകൾ തകർക്കാൻ യുവതലമുറ ഒന്നിച്ചണിനിരക്കേണ്ട സമയമാണിത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഈ പോരാട്ടത്തിൽ പങ്കാളികളാകാൻ, തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു നവ ഇന്ത്യക്കായി കൈകോർക്കാൻ രാജ്യത്തെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിന് സാധിക്കണം. Waytonikah.com, the exclusive Muslim matrimonial site.